എന്താ അറിയാ, എനിക്ക് കേട്ടപ്പോൾ തോന്നിയാണ് ഈ അർജന്റീന ഇല്ലെങ്കിൽ ബ്രസീൽ എന്തിനാ, ബ്രസീൽ ഇല്ലെങ്കിൽ അർജന്റീന എന്തിനാ? കാരണം ഒരു വിഷയത്തിന്റെ ഐഡിയോളജിക്കൽ അതർ ഉണ്ടാകുമ്പോഴാണ് ആ വിഷയം പെർഫെക്റ്റ് ആവുള്ളൂ. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, തുറഫുൽ ഉമൂറുബി അവാക്കിസിഹ, അല്ലെങ്കിൽ ബിൽ അവാക്കിസ്. ഓപ്പോസിറ്റ് കൊണ്ടാണ് ഒരു വിഷയം ചിലപ്പോൾ അറിയപ്പെടുക. അപ്പോൾ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫി എത്രത്തോളം ഒരു കോംപ്രഹെൻസീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ അതിർവിടെ വേണം. അതുകൊണ്ടാണ് ഞാൻ മൈത്രേനെ റെസ്പെക്ട് ചെയ്യുന്നത്. മൈത്രേനെ പോലെയുള്ള ആളുകൾ ഞാൻ കംപ്ലീറ്റ് സാറ് നേരത്തെ തന്നെ അത് പറഞ്ഞു. അല്ല, പ്രായത്തിന് മൂത്ത സാറ് പറയും. ഇല്ലല്ല, അങ്ങനല്ല. അല്ല, നേരത്തെ നിങ്ങൾ ബൈനറിയെ പറ്റി പറയുമ്പോൾ ഇപ്പം എന്തിനാണ് അത് പറയുന്നത്? മനസ്സിലായില്ല. നിങ്ങൾ ബൈനറി ആയിട്ടാണ് ലോകത്തിനെ മാർക്സിസ്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ബൈനറിയാണ്. അല്ല, അങ്ങനല്ല. അല്ല, പിന്നെ എന്താണത്? അല്ല, ഇത് രണ്ട് വംശങ്ങളെയും വർഗങ്ങളെയും തരംതിരിച്ചതല്ല. നമ്മളെല്ലാം ആശയജീവി എന്ന് പറയുന്ന ഒറ്റ കൊടക്കയിൽ വരുന്നുണ്ട്. ഇപ്പൊ നിരീശ്വരവാദികളായാലും ഈശ്വരവാദികളായാലും നമ്മളെ ഒറ്റ കൊടക്കയിലാക്കുന്ന സാധനമാണ്. നമ്മളൊക്കെ ആശയജീവികളാണ്. ആ ആശയ ജീവിതത്തിന്റെ ഇടയിൽ തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറയുന്ന നാസ്തികരുണ്ടെങ്കിലാണ് ബ്രസീൽ എന്ന് പറയുന്ന ആസ്തികർക്ക് എന്താ പറയുക, ഒരു തകവ് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്.